മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? മക്കൾക്കാണോ? മാതാപിതാക്കൾക്കാണോ? വിദ്യാഭ്യാസത്തിനാണോ? ജോലിക്കാണോ? സാമ്പത്തിക ഭദ്രതയ്ക്കാണോ? എന്തിനാണ് നമ്മളൊക്കെ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നു, എന്നേക്കാൾ അധികം മാതാവിനെയോ പിതാവിനെയോ പുത്രീപുത്രന്മാരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഈ വചനം അല്പം കഠിനമായി നമുക്ക് തോന്നിയേക്കാം. ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കരുതേ എന്നല്ല, നമ്മുടെ മക്കളെ സ്നേഹിക്കരുതെന്നല്ല, സഹോദരങ്ങളെ സ്നേഹിക്കരുതെന്നല്ല, മറിച്ച് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ ആഴമായിട്ടുള്ള പരസ്പര സ്നേഹവും ഉണ്ടായിരിക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത കുടുംബങ്ങളിൽ പരസ്പരമുള്ള സ്നേഹവും കുറഞ്ഞു കുറഞ്ഞു പോകും. സെയിന്റ് അഗസ്റ്റിൻ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ലവ് ഗോഡ്, ദൈവത്തെ സ്നേഹിക്കുക, then love everything else, നിങ്ങൾ എല്ലാറ്റിനെയും സ്നേഹിക്കുക. പക്ഷെ അത് ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്, മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, അയൽവാസികളെ സ്നേഹിക്കുന്നതിൻ്റെ എല്ലാം അന്തിമ ലക്ഷ്യം ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തെ സ്നേഹിക്കുവാനുള്ളൊരു വാതിലായിട്ടാണ്. അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ആദ്യ വായനയിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ നമ്മൾ കേട്ടത്. ശുനേംകാരി ഒരു സ്ത്രീ ദൈവപുരുഷനായ എലീശ ആ വഴിയിലൂടെ കടന്നുപോയപ്പോഴെല്ലാം എലീശയെ വിളിച്ച് വിശ്രമിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും തയ്യാറായി. എലീശയെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അവസാനം ഈ സ്ത്രീ ധനികയായ ഒരു സ്ത്രീയായിരുന്നു, സമ്പത്തുള്ളവളായിരുന്നു. അവളുടെ ഭർത്താവിനോട് പറഞ്ഞു, ഈ ദൈവപുരുഷന് വേണ്ടി നമുക്കിവിടെ ഒരു മുറി പണിയാം, അവിടെ ഒരു കട്ടിലും മേശയും കസേരയും ഒരു വിളക്കും വെച്ച് ആ ദൈവപുരുഷൻ എപ്പോഴൊക്കെ ഇതിലേ പോകുന്നുവോ, വിശ്രമിക്കുവാൻ തോന്നുന്നുവോ, അവന് വിശ്രമിക്കുവാനായിട്ട് ഈ സ്ഥലം ഒരുക്കി കൊടുക്കാം. അവരങ്ങനെ ചെയ്തു. എലീശ ഇവരുടെ ആതിഥേയത്വം കണ്ടുകൊണ്ട്, ഇവരുടെ സ്നേഹവും കരുതലും കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടു. എലീശ ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഉടനെ ഈ ധനികയായ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനാണ്. എലീശ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയം നീ ഒരു ആൺകുഞ്ഞിനെ താലോലിക്കും. ആ കുടുംബത്തിൽ ഒരു പുത്തൻ കുഞ്ഞ് ജനിച്ചു. ദൈവപുരുഷനെ സ്വീകരിക്കുകയും ദൈവപുരുഷനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തപ്പോൾ ആ കുടുംബത്തിൽ വലിയ പ്രത്യാശയുണ്ടായി, ആ കുടുംബത്തിൽ വലിയ സമാധാനമുണ്ടായി. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കുടുംബങ്ങളിൽ പ്രത്യാശയുണ്ടായിരിക്കും, അവിടെ സമാധാനമുണ്ടാകും, അവിടെ പരസ്പര ബന്ധങ്ങൾ ആഴപ്പെടും. ദൈവത്തെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുടുംബങ്ങളിലുള്ള പരസ്പര സ്നേഹം ആഴപ്പെട്ട സ്നേഹമായിരിക്കും. ഇന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കേട്ടു, ഇതെങ്ങനെയാണ് നമുക്ക് സാധിക്കുക? ഇത് സാധിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവരാണ്. മാമോദീസ സ്വീകരിച്ച് നമ്മളെല്ലാവരും യേശു ക്രിസ്തുവുമായി ഒന്നായിരിക്കുന്ന അനുഭവത്തിലാണ് ജീവിക്കുക. നമ്മൾ ഒരിക്കലും മറക്കരുത്, നമ്മളുടെ വില, നമ്മളുടെ മൂല്യം എന്താണ്? നമുക്ക് വലിയൊരു വിലയുണ്ട്.
നമുക്ക് വലിയൊരു മൂല്യമുണ്ട്. കാരണം നമ്മൾ യേശു ക്രിസ്തുവിനോട് മാമോദീസായിലൂടെ ഐക്യപ്പെട്ട് ജീവിക്കുന്നവരാണ്. മാമോദീസായിലൂടെ എന്താണ് സംഭവിച്ചത് എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാമോദീസായിലൂടെ നമ്മൾ പാപത്തിന് മരിച്ചിരിക്കുന്നു, പുതിയ ജീവനിലേക്ക് ഉദ്ധാനം ചെയ്തിരിക്കുന്നു. ഈശോയുടെ മരണത്തിലും പുനരുത്ഥാനത്തിലും നമ്മൾ പങ്കാളികളായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനോട് നമ്മൾ ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട്, ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള കുടുംബങ്ങൾ എപ്പോഴും ശക്തി പ്രാപിക്കും. ഇന്ന് നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നുണ്ട്, പക്ഷെ എത്ര കുടുംബങ്ങളിൽ ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട്? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ എല്ലാവർക്കും തന്നെ മൊബൈൽ ഫോണുണ്ട്, എന്നാൽ പരസ്പരം സംസാരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് പുറത്തുള്ളവരോടാണ്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ നമുക്ക് ഒരു ഊൺമേശയുണ്ട്. എല്ലാവരും ഊൺമേശയിൽ വന്ന് ഭക്ഷണം കഴിക്കും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ എത്രമാത്രം അടുക്കുന്നുണ്ട്? ഇന്ന് പലർക്കും വലിയ വലിയ വീടുകളുണ്ട്, എന്നാൽ ബന്ധങ്ങൾ ചെറുതായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത കുടുംബങ്ങളിൽ, ദൈവത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാത്ത കുടുംബങ്ങളിൽ ആഴമായ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. ഈ സന്ദേശമാണ് വചനം നമുക്ക് നൽകുക. നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, കൂട്ടായ്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന, പരസ്പരം സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന, സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും കുറവുകളുണ്ട്. ഒരു കുടുംബവും പെർഫെക്റ്റ് ആയിട്ടില്ല. എന്നാൽ നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ദൈവത്തെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന്, കർത്താവായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്ന് നമുക്ക് കൂടുതൽ സ്നേഹത്തിൽ, കൂടുതൽ ആഴമുള്ള സ്നേഹത്തിൽ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ജീവിക്കുവാൻ വേണ്ടി, ആ കൃപയ്ക്ക് വേണ്ടി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.